2 ദിവസം കൊണ്ട് ഈ എക്സിറ്റ് പോളുകൾ കാരണം ചാനലുകൾ തുറക്കാൻ വയ്യ, പത്രങ്ങൾ തുറക്കാൻ വയ്യ, സോഷ്യൽ മീഡിയ തുറക്കാൻ വയ്യ. സകല ചേട്ടന്മാരും കൊണ്ട് ചാടിയിട്ടുണ്ട്. ഇപ്രാവശ്യത്തെ എക്സിറ്റ് പോളിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, കേരള പോൾ എന്ന് പറഞ്ഞ് ഏതോ ഒരെണ്ണം ഒഴിച്ച്, അതത്ര ഒരു പ്രധാനപ്പെട്ട ഒരു പോളല്ല, അതൊരു ഉടായ്പ പോളെന്നാണ് തോന്നുന്നത്. ബാക്കി 11ഓളം ചാനൽ ഈ എക്സിറ്റ് പോളുകൾ പുറത്ത് വന്നു. ടുഡേ ചാണക്യയുടേതാണ് ഏറ്റവും അവസാനം വന്നത്. 11 എണ്ണത്തിലും UDFനാണ് ഒരു അപ്പർ ഹാൻഡ് പറയുന്നത്. പക്ഷേ ടുഡേ ചാണക്യയിൽ കുറച്ചുകൂടി വ്യത്യസ്തമായ ഒരു എക്സിറ്റ് പോളാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അവർ പറയുന്നത് 2026 വോട്ടിംഗ് പാറ്റേണും സീറ്റുകളെ സംബന്ധിച്ചാണ് പറയുന്നത്. UDFന് 40% വോട്ടോ ±3%, ഒന്നുകിൽ 37 ആകാം അല്ലെങ്കിൽ 43 ആകാം. അപ്പോൾ അതനുസരിച്ച് സീറ്റ് വ്യത്യാസം വരും. 69 മുതൽ ±9 സീറ്റ്, ഒന്നുകിൽ 69 നിൽക്കും അല്ലെങ്കിൽ 78 സീറ്റ് വരെ UDFന് പോകും. എന്തായാലും 80 മുകളിലോട്ട് പോകുന്നില്ല. പക്ഷെ ഞാനൊക്കെ കണക്കൂട്ടി വെച്ചിരിക്കുന്ന ഒരു 85 സീറ്റിൽ UDF വരും എന്നുള്ളതാണ് ആദ്യം മുതലേ ഞങ്ങളുടെ ചാനലുകളും ഞങ്ങളുടെ ഒരു കണക്കെടുപ്പ്. അത് BJPയെ സംബന്ധിച്ചിടത്തോളം 20% ±3, ഒന്നുകിൽ 17 പോകും ശതമാനം അല്ലെങ്കിൽ 23 പോകും. 23 പോയാൽ പിന്നെ BJP ഈ നാട് ഭരിക്കുന്ന ആളെ അടുത്ത തെരഞ്ഞെടുപ്പുകളിൽ. 17 പോയാൽ വീണ്ടും അത്ഭുതങ്ങൾ സംഭവിക്കാം, കാരണം മറ്റ് പാർട്ടികൾക്കും ചാൻസ് ഉണ്ട്. അതേസമയം 17 താഴെ പോകുമോ എന്നുള്ളതും ഒരു കൗതുകമുള്ളൊരു കാര്യമാണ്. പലരും 14, 15, 13 ഒക്കെ പറയുമ്പോഴാണ് ടുഡേ ചാണക്യ BJPക്ക് 20 മുതൽ 23% വരെ സീറ്റ് പറയുന്നു. 7 മുതൽ 11 വരെ സീറ്റുകളും പറയുന്നുണ്ട്. അങ്ങനെ വന്നാൽ തൂക്കുസഭയായിരിക്കും, യാതൊരു തർക്കവുമില്ല. LDFന് 38 ±3, ഒന്നുകിൽ 38% അല്ലെങ്കിൽ 41% പോകാം. അവർക്ക് 64 ±9, 64, 6, 70, 73 സീറ്റ് വരെ കിട്ടാം, അല്ലെങ്കിൽ 64 സീറ്റാകാം. അതേഴ്സ് എന്ന് പറയുന്നത് ഒരു സീറ്റ് 2%, അത് G സുധാകരനായിരിക്കാം വരുന്നത്, ഒരു സീറ്റാണ്. ഇനി ടുഡേ ചാണക്യ പറയുന്ന മറ്റൊരു നല്ല രസകരമായ ഒരു കാര്യം, നായർ സമുദായത്തിൻ്റെ 32% പേരും UDFന് വോട്ട് ചെയ്തു, 39% പേര് BJPക്ക് വോട്ട് ചെയ്തു, 20% പേര് LDFന് വോട്ട് ചെയ്തു. പരമ്പരാഗത LDF നായർ വോട്ടുകൾ LDFന് നഷ്ടമാകുന്നു. അതുപോലെ തന്നെ മുസ്ലിം ആണെങ്കിൽ 62% UDFന് വോട്ട് ചെയ്തിരിക്കുന്നത്, 4% BJPക്ക് വോട്ട് ചെയ്തിട്ടുള്ളൂ, 33% LDFന് വോട്ട് ചെയ്തിട്ടുണ്ട്. LDFന് മലപ്പുറം ജില്ലയിൽ കിട്ടിയിരുന്ന പരമ്പരാഗതമായ വോട്ടുകളടക്കം, മുസ്ലിം വോട്ടുകളടക്കം ഇപ്രാവശ്യം UDFന് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കോഴിക്കോട് സൗത്ത്, നോർത്ത്, പേരാമ്പ്ര, കുറ്റ്യാടി, പിന്നെ അതുപോലെ തന്നെ നാദാപുരം, കൊയിലാണ്ടി, ഒരുപാട് സ്ഥലങ്ങൾ, ബേപ്പൂർ പോലുള്ള ഒരുപാട് മണ്ഡലങ്ങളിൽ കോഴിക്കോട് ജില്ലയിലും CPMന് വേർക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് ടുഡേ ചാണക്യ പറയുന്നത്. ഈഴവ വോട്ടെടുത്ത് കഴിഞ്ഞാൽ 20% UDFന്, 32% BJPക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അത് ചെറിയ കാര്യമല്ല. 47% LDFന് ഇപ്പോഴും നിൽക്കുന്നുണ്ട്. ഒരു 50% കൂടുതൽ നിന്നതാണ്, അത് കുറഞ്ഞിട്ടുണ്ട്. ക്രിസ്ത്യൻ വോട്ടുകളിൽ 53% UDF പിടിക്കുന്നുണ്ട്, ഒരു 11% BJP പിടിക്കാൻ കഴിയുന്നുള്ളൂ. BJPക്ക് ഒരു 10-20% ഉണ്ടായിരുന്നു, അതിൽ വലിയ കുറവ് വന്നിട്ടുണ്ട്. ഒരു 34% LDF പിടിക്കും. LDFനും കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് ഒരു ക്രിസ്ത്യൻ കൺസോൾട്ടേഷൻ ഇപ്പുറത്ത് UDFന് അനുകൂലമായി വന്നിട്ടുണ്ട്. ഇനി അടുത്ത നല്ല ഞെട്ടിക്കുന്ന രസകരമായ ഒരു കാൽക്കുലേഷനാണ്, SC/ST വിഭാഗത്തിൽ നിന്ന് UDFന് 31% വോട്ട് കിട്ടിയിട്ടുള്ളൂ. അത് CK ജാനു അടക്കം UDFൽ നിന്നിട്ടും, സണ്ണി പൈക്കാട് അടക്കമുള്ള ഒരുപാട് ആളുകൾ UDF അനുകൂല നിലപാടെടുത്തിട്ടും, ദളിത് സംഘടനകൾ പലരും UDF അനുകൂല നിലപാടെടുത്തു. ഗീതാനന്ദനെ പോലെയുള്ളവരൊക്കെ UDF വരട്ടെ എന്ന് പറഞ്ഞിട്ടും 31% മാത്രമേ UDFന് അനുകൂലമുള്ളൂ. 18% BJPക്കുള്ളത്. അത് BJP കണ്ണു തുറന്ന് കാണേണ്ടുന്നൊരു കാര്യമാണ്. എന്തുകൊണ്ട് കേരളത്തിലെ ഹിന്ദു സമാജത്തിലെ താഴേക്കുള്ള സമുദായങ്ങൾ, അതായത് പിന്നോക്ക സമുദായങ്ങളെന്ന്, അല്ലെങ്കിൽ പിന്നോക്കമൊന്നും ഇപ്പോൾ പറയുന്നത് കാര്യമില്ല, പക്ഷേ ഞാൻ പറയുന്നത് PSC ഒക്കെ നോക്കുമ്പോൾ അങ്ങനെ പറയുമ്പോൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ, ആദിവാസി ദളിത് വിഭാഗത്തിൽപ്പെട്ടവർ BJPയെ കൈയൊഴിയുന്നു. 18% ഉള്ളൂ. അതേസമയം 49-നും 50%-നും ഇടയ്ക്കാണ് LDFന് പിടികൊടുത്തിരിക്കുന്നത്. അപ്പോൾ വളരെ രസകരമായ ഒരു തെരഞ്ഞെടുപ്പ് അനാലിസിസാണ് ടുഡേ ചാണക്യ പറഞ്ഞിരിക്കുന്നത്. അതിനനുസരിച്ച് നമുക്ക് വളരെ കൃത്യമായ ഒരു രീതിയാണ് വരുന്നതെന്ന് മനസ്സിലാക്കാം. എന്തായാലും ഇന്ന് മെയ് ദിനം കൂടിയാണ്.
എല്ലാവർക്കും മെയ് ദിന ആശംസകൾ കൂടി നേരുന്നു. വളരെ മനോഹരമായ എക്സിറ്റ് പോളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. അതിലേറ്റവും വ്യത്യസ്തമായും വേറിട്ടതും അവസാനമായി വന്നതാണ് ടുഡേ ചാണക്യ. ഇനിയും ചിലപ്പോൾ ഇന്നും നാളെയുമായിട്ടൊക്കെ വീണ്ടും എക്സിറ്റ് പോളുകൾ വരാം. എന്തായാലും എല്ലാ എക്സിറ്റ് പോളുകളുടെയും ആകത്തുക പരിശോധിച്ചാൽ UDF ആണ് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത്. പക്ഷേ LDFും ഒരിഞ്ചും പിറകിലോട്ടല്ല. ഞങ്ങൾ വരും എന്നുള്ള വലിയ കോൺഫിഡൻസിലാണ് നിൽക്കുന്നത് LDF, പിന്നെ ഗോവിന്ദൻ മാഷുമൊക്കെ. പക്ഷേ അതിനിടയിൽ ഒരു കാര്യം കൂടി സംഭവിച്ചു, അതുകൂടി പറഞ്ഞ് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. അതായത് മുഖ്യമന്ത്രി കഴിഞ്ഞ പ്രാവശ്യം ഭരണ തുടർച്ച കിട്ടും എന്നുള്ള ആവേശത്തിൽ സെക്രട്ടറിമാരെ ഒന്നും വിളിച്ച് ഒരു യാത്ര പറഞ്ഞില്ല. പക്ഷേ ഇപ്രാവശ്യം എക്സിറ്റ് പോൾ വരുന്നത് വരെ ആ മീറ്റിങ്ങും കൂടിയില്ല. എക്സിറ്റ് പോൾ വന്നതിന് ശേഷം മുഖ്യമന്ത്രിക്ക് ഒരു സംശയമുണ്ട്, ഇനി അധികാരത്തിൽ വരാൻ പറ്റിയില്ലെങ്കിലോ എന്ന് വിചാരിച്ച് ഇന്നലെ കിഫ്ബിയിലെയും പ്രധാനപ്പെട്ട ആഭ്യന്തര സെക്രട്ടറി അതുപോലെ തന്നെ പ്രധാനപ്പെട്ട സെക്രട്ടറിമാരെയെല്ലാം സെക്രട്ടേറിയറ്റിനകത്ത് വിളിച്ച് അവർക്ക് ചായയും വണ്ടിപ്പരിപ്പൊക്കെ കൊടുത്ത് ലാൽ സലാം പറഞ്ഞിരിക്കുന്നു എന്നുള്ളൊരു വാർത്തയും കറങ്ങുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രിക്കും സ്മെല്ല് കിട്ടിയോ, ഇൻ്റലിജൻസ് ബ്യൂറോയുടെയൊക്കെ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടോ, ഭരണത്തിൽ നിറങ്ങണം എന്നുള്ള എന്തായാലും VD സതീശനും രമേശ് ചെന്നിത്തലയും ഉടുപ്പടിക്കുന്നുണ്ട്. അവിടെ കേന്ദ്രത്തിൽ പോയി ഡൽഹിയിൽ നിൽക്കുന്ന KC വേണുഗോപാൽ അടിച്ച ഉടുപ്പ് ഷെൽഫിലേക്ക് മാറ്റി. ഈ രണ്ടുപേർ ഉടുപ്പടിച്ചതിൽ ആരാണ് മുഖ്യമന്ത്രി എന്ന് നമുക്ക് UDF ആണ് വരുന്നതെങ്കിൽ മെയ് മാസം പകുതിയോടുകൂടി അറിയാൻ പറ്റും.